എടാ 15 വർഷത്തെ സർവീസിനുള്ളിൽ 36 പ്രാവശ്യം സ്ഥലം മാറ്റാൻ കിട്ടിയിട്ടുള്ള മാതൃകാ പോലീസുകാരനാണ് ഞാൻ. അതുകൊണ്ട് വേഷം കെട്ടൊന്നും വേണ്ട. തൊണ്ടി എവിടെന്ന് പറയണ തെണ്ടി, ഇല്ലെങ്കിൽ ഇടിച്ച് നിന്റെ കിഷ്കിന്ത പറയാ. ഞാനൊരു ഊമയാണ് സാർ. എന്നാ പിന്നെ അത് നിനക്ക് നേരത്തെ പറയാൻ പറ്റില്ലല്ലേ? വെറുതെ ഉള്ള ഇടി മുഴുവൻ വാങ്ങിച്ചിട്ട് നിനക്ക് വല്ലാതെ വേദനിച്ചു അല്ലേ? പോട്ടെ, സാരമില്ല. നീ ഒരു കാര്യം ചെയ്യേ, ഇതാ ഇതുകൊണ്ട് കോഴി സൂപ്പും ബാക്കിയുള്ള കാശിന് കുഴമ്പെല്ലാം വാങ്ങിച്ച് തേച്ച് കുളിച്ചിട്ട് പോ കേട്ടോ. ഇപ്പൊ മനസ്സിലായല്ലോ ഞാനൊരു മാതൃകാ പോലീസുകാരനാണെന്ന്. എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഇതുപോലെ കുറ്റവാളികൾ കൊടുത്ത് തീർക്കാറാണ് പതിവ്. നീ കരയണ്ട. അയ്യേ, നീ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ കിമ്പളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം കേട്ടാ. പോ, ചെല്ല്, പോയിട്ട് വാ. അങ്ങനെ എന്തൊരു കഷ്ടമാണ് ദൈവമേ. അയ്യോ, എന്റെ സർവീസിനുള്ളിൽ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ. സാറെന്താ അവനെ വിട്ട് കളഞ്ഞത്? അയാളൊരു ഊമയാണോ പാവം. ആ സാറിന് എങ്ങനെ മനസ്സിലായി? അവൻ എന്നോട് നേരിട്ട് പറഞ്ഞതല്ലേ. അയ്യോ, അറസ്റ്റ് ചെയ്യും. കൊച്ചാപ്പി, ഇവന്റെ എല്ലാ കാര്യങ്ങളും നീ ശ്രദ്ധിക്കണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണം അമ്മേ. വനവാസത്തിന് ശ്രീരാമന്റെ കൂടെ പോയ ലക്ഷ്മണന്റെ സ്ഥാനത്താ ഞാൻ. ഹനുമാനെന്ന് പറയല്ലേ കൂടുതൽ ശരി? ആണോ? ഞാൻ വിചാരിച്ച ഇത്ര നാള് സുഗ്രീവനാന്ന് പറഞ്ഞിരിക്കായിരുന്നു. കരിങ്കുരങ്ങിന്റെ അപ്പൻ. നിർത്തടാ ഉണ്ണിമോനെ, ഇവനും കൂടെ അവിടെ എന്തെങ്കിലും ജോലി ശരിയാക്കുമോ നീ? ഇവന്റെ ഈ സ്വഭാവം വെച്ച് ഇവിടെ നിന്നാ നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചാവും. ഇവിടെ അമ്മ മലയാളികളെ തല്ലുകൊണ്ട് ചാവാം. അവിടെ ആവുമ്പോ വല്ല കൊല്ലംകോടുള്ള തമിഴന്മാരെ തല്ലുകൊണ്ട് ചാവേണ്ടി വരും. നിനക്ക് എങ്ങനെ മരിക്കാനാണ് ഇഷ്ടം? എന്താ ഇത്? ഒരു യാത്രക്ക് ഇറങ്ങുമ്പോഴാണ്. വരട്ടെ മോനെ, ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഏതെങ്കിലും അമ്പലത്തിൽ പോയി വഴിപാട് നടത്തണേ. ശരി. ഈശ്വര, എന്റെ ഉണ്ണിക്ക് നല്ലത് വരുത്തണേ. വളകാണിയിടം. നിന്റെ ഈ കൊടും തമിഴൊന്നും എന്റെ അടുത്ത് കാച്ചണ്ട. എന്ത് ചെയ്യാനളിയാ? തമിഴിന്റെ മണടിച്ച അപ്പ ഞാൻ തമിഴ് പേശും. ആ മുരുകന്റെ അനിയൻ ഇവിടെ നിൽക്കാമെന്നാണല്ലോ പറഞ്ഞത്. ആര്? ഗണപതിയോ? ഓഫീസിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന മുരുകന്റെ കാര്യമാണ് പറഞ്ഞത്. അയാളുടെ അനിയന് ഇവിടെ നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് ഏറ്റിട്ടുള്ളത്. നമ്മളയാൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി സിഗ്നൽ. നീ ഇവിടെ വന്ന വിവരത്തിന് ഞാൻ അനൗൺസ്മെന്റ് നടത്തണം. എന്തേലും വേണം ഞാൻ അങ്ങോട്ട് പറയാം. നല്ലൊരു തമിഴത്തി. എന്നെ തല്ലു ഒളിച്ച് അടങ്ങൂല്ലേ? വണക്കം സാർ. വണക്കം. ഉണ്ണികൃഷ്ണൻ സാറല്ലേ? അതെ, സുബ്രഹ്മണ്യം. അതെ. വണക്കോ, ഉങ്ങൾക്കകത്താ ഇവിടെ നേരം വെയിറ്റ് പണിയിരുന്നേ. ആണോ? ഞങ്ങളെ എങ്ങനെ മനസ്സിലായി? അത് ബ്രദർ ഫോണിൽ വിളിച്ചൊരു ഏകദേശം രൂപം പറഞ്ഞിരുന്നു. പിന്നെ കൂടെ കൗണ്ടമണി എപ്പോൾ ഒരാളുണ്ടാവുന്നു പറഞ്ഞു. ഇയാളെ കണ്ടപ്പോഴാ സാർ ഉണ്ണികൃഷ്ണൻ സാറാണെന്ന് ഉറപ്പിച്ചത്. ഇതെന്റെ ഫ്രണ്ടാ കൊച്ചാപ്പി. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരു വാടക വീട് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. വരൂ, നമുക്ക് അങ്ങോട്ട് വാ. ഭയങ്കര ചൂട്. വൈകുന്നേരമായ നല്ല തണുപ്പായിരിക്കും. മച്ചാനെ സിറേറ്റ് ഇല്ല, മൂക്കിപ്പൊടിയും. മൂക്കിപ്പൊടിയും പൊടി. ഈ നാട്ടിൽ ഇങ്ങനെയാണോ? എന്ത്? ഒരാൾ വരിക്കാൻ മറ്റാൾ തുമ്മ. ഇല്ലാത്തതിൽ തപ്പിട്ട് ഒരു കാര്യമില്ലടോ. നമുക്ക് ഷർട്ട് അടിച്ചിറങ്ങും. നല്ല ഏരിയ. സൗകര്യങ്ങളൊക്കെ കുറവാ. അല്ല, അതിനുള്ള വാടകയുള്ളൂ 300 രൂപ. ഓക്കെ. അല്ല, ഇവിടുന്ന് ഓഫീസിലേക്ക് അധികം ദൂരം ഉണ്ടോ? ഏയ്, കഷ്ടിച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ. ഒരു 3-4 കിലോമീറ്റർ വരും. അയാളോടൊന്ന് അടിച്ചു തൂത്തിടാൻ പറഞ്ഞതാണ്. ചെയ്താവോ? എനിക്കുള്ള റൂമിൽ ഫാനൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഭയങ്കര ചൂട്. ഇവിടെ പ്രേതഭൂതങ്ങൾ വല്ല ഉണ്ടോ? ഇതുവരെ ഇല്ല. ഇനി താനായിട്ട് ഉണ്ടാക്കാതിരുന്നാ മതി. അതിന് നിന്നെ ഞങ്ങൾ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കില്ല കേട്ടോ. കൗണ്ടമണി ആള് രസികനാണല്ലോ. എന്നാ ഞാൻ പോട്ടെ. സുബ്രഹ്മണ്യ, ഇവിടെ അടുത്തെങ്ങാനും ക്ഷേത്രങ്ങളുണ്ടോ? ഇവിടെ അടുത്ത് 1-2 ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ കുറച്ചു മാറി ഒരു വലിയ കോവിലുണ്ട്, മാരിയമ്മൻ കോവിൽ.
എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ജോലി കിട്ടാനും കല്യാണം നടക്കാനും പ്രത്യേക പൂജയുണ്ട്. നല്ല ശക്തിയുള്ള ദേവിയാ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച ഉദ്ദേശിച്ച കാര്യം സാധിക്കും, ഉറപ്പാ. പ്രാർത്ഥിച്ചാ കല്യാണം നടക്കുന്ന ഉറപ്പാണോ? പിന്നെ അല്ല, കക്ഷി ചില പറയാൻ പറ്റാത്ത പ്രശ്നമുള്ള പാർട്ടിയുടെ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സംഗതി നടക്കും. എന്താ ഉള്ളഴിഞ്ഞ്. എന്നാ അമ്പലത്തിൽ പോയിട്ട് തന്നെ കാര്യം. എന്തേ? வாங்கம்மா. ஏய் அறிவு கட்ட முண்டா, உனக்கு காது கேட்கலையா? മര്യാദ പേസ്. யாரு இவன்? என்னடா முறைச்சு பாக்குற? தேவர் தங்கச்சி வரும்போது இங்க யாரும் இருக்க கூடாது, தெரியுமா உனக்கு? ഏത് തേവര്? എന്ത് തേവര്? எந்த தேவரா? ஊருக்கு புதுசா? இது தேவரோட சொந்த கோயில், இங்க யாரும் நிக்க கூடாது. ஓட வெளியே. കോവിൽ എല്ലാവർക്കുമേ സ്വന്തം. ஓடா. மன்னிச்சிருங்கம்மா, இந்த ஆளு ஊருக்கு புதுசு, அதான். நீங்க வாங்கம்மா, வாங்க. வாங்கம்மா. இதா பார், அந்த அருணாச்சலம் படத்துல ரஜினி நடிப்பு எவ்வளவு அழகா இருக்கு தெரியுமா? சூப்பர். நான் அந்த படத்தை 10 வாட்டி பார்த்து கூட எனக்கு அந்த கதையே புரியல, அப்படி ஒரு ஆக்டிங் பா. அதான் சூப்பர் ஸ்டார். இதோண்டா குறைச்ச பழம் கேட்டடா. வணக்கம் அண்ணே, இங்க சாப்பிடுறதுக்கு புற்றும் பப்படம் கிடைக்குமா? തമിഴ് പറഞ്ഞ് ചീത്തയാക്കണ്ട, ഞാൻ മലയാളിയാ. പുട്ടും പപ്പടൊന്നും ഇവിടെ കിട്ടില്ല. നല്ല ചൂട് ദോശയും സാമ്പാറും തരാം. എന്താ? ആഹാ, മലയാളിയാ? ഈ തമിഴ്നാട് കേരള ബോർഡർ ആയതുകൊണ്ടേ ആരാ തമിഴൻ ഏതാ മലയാളി തിരിച്ചറിയാൻ പറ്റണില്ല. കണ്ണാടി നോക്കുമ്പോ ഞാൻ എന്നെ തന്നെ സംശയിച്ചു പോവാ, ഞാനൊരു തമിഴനാണോ ഒന്ന്. അല്ല, കണ്ടാൽ അങ്ങനെ തോന്നും, കൗണ്ടമണിയെ പോലെ ഉണ്ട്. ആണോ? എല്ലാവരും പറയുന്നുണ്ട്. ഇനി തമിഴ് പടത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാ. മലയാളത്തിൽ പിടിച്ച് പോവാണ്ട. എടുത്തോളൂ, അല്ലാതെ എന്നെ എടുക്കാൻ പറ്റില്ലല്ലോ. ആരത്? എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയാ. നല്ല കളറ്. ഞാൻ വിചാരിച്ചു തമിഴ്ത്തിയാണെന്ന്. ആ ലുക്ക് ഉണ്ടേ. എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് കൊച്ചാപ്പി. എന്ത് ചേട്ടൻ ചിരിക്കണേ? ചേട്ടന്റെ പേരെന്താ? വർഗീസ് വാഗത്താനം. വർഗീസ് വാഗ്ദാനോ? വാഗ്ദാനമല്ല, വാഗത്താനം. ആ, എനിക്ക് നാട്ടിലൊരു നാടക കമ്പനി ഉണ്ടായിരുന്നേ. അത് പൊട്ടിയപ്പോ ഇവിടെ വന്നൊരു ചായക്കട തുടങ്ങിയതാ. അപ്പൊ പിന്നെ ഇത് പൊട്ടിയിരിക്കല്ലേ? അല്ല, ഇവിടെ ജോലി സംബന്ധമായിട്ട് വന്നാണോ? അതെ, എന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ണികൃഷ്ണൻ. അവനിവിടുത്തെ സെയിൽ ടാക്സ് ഓഫീസിലേക്ക് സ്ഥലമാറ്റം കിട്ടി. ഞാൻ വെറുതെ കൂട്ടിന് വന്നാ. അത് ശരി. ഇവിടെ എവിടെ താമസിക്കുന്നേ? ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് ആ വലത്തോട്ടുള്ള റോട്ടില്ല. എന്തായാലും ഒരു മലയാളി ടീ സ്റ്റാൾ തന്നെ കിട്ടിയല്ലോ, അതും ഒരു അച്ചായന്റെ. അപ്പൊ പിന്നെ ഇവിടെ നിന്ന് പറ്റി തുടങ്ങാം. പിന്നെന്താ? കടിക്കാൻ എന്തിനു വേണോ? കടിക്കാൻ ഒരു കട്ടിറുമ്പിന് കിട്ടോ? ആള് കൗണ്ടമണിയെ പോലെ തമാശക്കാരനാണല്ലോ. ജീവിതം തന്നെ ഒരു തമാശയല്ലേ ചേട്ടാ? നേരെ ചെന്ന് വീണത് ആ പെണ്ണിന്റെ ദേഹത്ത്. അതോടെ ഞാൻ കംപ്ലീറ്റ് നെർവസ് ആയിപ്പോയി. ഇല്ലെങ്കിൽ എന്നെ പിടിച്ചു തല്ലിയോ മാർക്കറ്റ് രണ്ടെണ്ണം ഞാൻ പൊട്ടിച്ചേനെ. അടിയുടെ കാര്യക്ക് നീ വിട്. ആ പെൺകുട്ടിക്ക് നീ പറയാറുള്ള മലയാളി കുട്ടിയുടെ ശാലീന സൗന്ദര്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഒരു ആനച്ചന്തമൊക്കെ ഉണ്ട്. ഉണ്ണീഷ്ണ, ചില സാധ്യതകളൊക്കെ തെളിഞ്ഞു വരണുണ്ട് മോനെ. എന്ത്? അന്യനാട്, നിന്റെ അച്ഛന്റെ ചരിത്രങ്ങൾ അറിയാൻ പാടില്ലാത്ത ആൾക്കാര്, പിന്നെ ചന്തമുള്ളൊരു പെൺകുട്ടി, ഇതെല്ലാം കൂടി നോക്കുമ്പോ ഒരു സദ്യയുടെ മണം വരണുണ്ടോന്നൊരു സംശയം. പോടാ അവിടുന്ന്, അനാവശ്യം പറയാതെ. ഈ നാട്ടിലെങ്കിലും ഞാൻ മനസ്സമാധാനത്തോടൊന്ന് കഴിഞ്ഞോട്ടെ. എനിക്ക് വേണ്ടെങ്കിൽ എനിക്ക് പണ്ടേ വേണ്ട. എന്നാലും അവളെ കുറിച്ചും തിരക്കി നോക്കാം. എന്തിന്? വെറുതെ ഇരിക്കുമ്പോ ആർക്കായാലും തിരക്കി കൂടെ? തിരക്കലൊക്കെ പിന്നീട്. ആദ്യം നീ പോയി ആ അരി എടുപ്പത്തില്ല. ഞാനിട്ടെ, ഇന്ന് നീ പോയിട്. അങ്ങനെ കണക്കൊന്നും ഇരിക്കണ്ട, അവിടെ അരി ഇല്ല. രാവിലെ അരിയും പച്ചക്കറിയും വാങ്ങാൻ ഞാൻ കാശ് എന്നിട്ടാണല്ലോ പോയത്. കാശൊന്നു, പക്ഷെ അതുകൊണ്ട് ഞാൻ ഒരു സ്മോള് മേടിച്ചു. ഒരു കുത്ത വെച്ചോട്ടെ.
ഞാൻ. വീരപ്പത്തേവർ, മായപ്പത്തേവർ, രായപ്പത്തേവർ, ചിന്നപ്പത്തേവർ. ഇതൊക്കെ മനുഷ്യന്മാരുടെ പേര് തന്നെയാണോ ചങ്ങാതി? ശരിക്കും പറഞ്ഞ ഈ തേവർമാർ മലയാളികൾ തന്നെയാ. മലയാളികളാ? അതേന്ന്. ഇവരുടെ അച്ഛനും മുത്തച്ഛന്മാരൊക്കെ പാലക്കാട്ടുകാരാ. ഇവിടെ വന്ന് പണക്കൊഴുപ്പും കയ്യൊക്കും കൊണ്ട് തേവർമാരായതാ. ഈ തേവർമാരുടെ അച്ഛന്റെ ഒരു പെങ്ങളുണ്ട്, അലമേലു. അലമാരിയോ? അലമാരിയല്ല, അലമേലു. ആ, അവരിപ്പോഴും പാലക്കാട് തന്നെയാ. നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും തീർത്ഥാടനം നടത്തി കഴിഞ്ഞു കൊടുക്കുക. ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് പോകാറുണ്ട് അവര്. പിന്നെ ഹലോ, ഇങ്ങോട്ട് നോക്ക്, എന്നെ തന്നെ നോക്കിയിരിക്കുക. ഈ ലോകത്തിൽ തേവർമാർക്ക് ആരെങ്കിലും പേടിയോ ബഹുമാനോ ഉണ്ടെങ്കിൽ പോലീസുകാരായിരിക്കും. അല്ല, ഈ അലമേലുവിനെയാ. കാരണം ഇവരൊക്കെ വളർത്തി വലുതാക്കി എടുത്തത് ആ സ്ത്രീയാ. സീതയെ കണ്ണിലെ കൃഷ്ണമണി പോലെയാ ഈ 4 ആങ്ങളമാരും വളർത്തുന്നത്. 21 വയസ്സ് കഴിഞ്ഞാല് സീതയുടെ കല്യാണം നടത്താവൂന്ന ജാതകവിധി. അവളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ആങ്ങളമാരിൽ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ കയറി വരുന്ന പെണ്ണ് വാഴില്ലാത്രേ. അതുകൊണ്ടാ ഈ തേവർമാരും കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, അടിസ്ഥാനപരമായിട്ട് ഈ തേവർമാരെല്ലാവരും മണ്ടന്മാരാ. ആരും കേൾക്കണ്ട, ആരോട് പറയാനും പോണ്ട. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സീത 21 വയസ്സിനുള്ളിൽ ചുറ്റിക്കളിച്ച് ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയാൽ ഈ തേവർമാർക്ക് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചൂടെ? എന്റെ കൊച്ചാപ്പി, ആ പെങ്കൊച്ച് ഒളിച്ചോടാനോ? കണക്കായി. കൊച്ചാപ്പിക്ക് അറിയോ, ആ പെൺകൊച്ചിന്റെ മുഖത്ത് നോക്കാൻ ഒറ്റ ഒരുത്തൻ ധൈര്യപ്പെടില്ല. അതെന്താ അത്രയ്ക്ക് വൃത്തികെട്ട മോന്തിയാണോ? അവളുടെ മുഖമല്ല, അവന്മാരുടെ മുഖം. തങ്കച്ചി മേലെയാടാ കണ്ണുവച്ച. மன்னிப்புக்காடா பொறுக்கி நாயே. கேளுடா. தெரியாம தப்பு பண்ணிட்டேன், மன்னிச்சிடுங்கம்மா. இனிமே இந்த ஊர்ல உன்னை பார்த்த உன் கைய கால வெட்டி போட்டுடுவேன், ஜாக்கிரதை. வெளியே போடா. போடா.
ഒരു കാര്യം മനസ്സിലായി. ജാതകദോഷം കൊണ്ടോ അല്ലെങ്കിൽ ജലദോഷം കൊണ്ടോ ഒന്നല്ല ആ പെൺകുട്ടിയുടെ കല്യാണം നടക്കാത്തത്. ഈ തീറ്റപ്പണ്ടാറങ്ങളെ പേടിച്ച് ആരെങ്കിലും ആ പെൺകുട്ടിയെ കെട്ടാൻ വരോ? ആങ്ങളെ ആയാലും പെങ്ങളായാലും ഭാര്യ ആയാലും ഭർത്താവ് ആയാലും ഈ സ്നേഹബന്ധങ്ങൾക്കൊക്കെ ഒരു പരിധി ഉണ്ട്. അധികമായാൽ അമൃതം കമയ. അതൊരു സിനിമാ പേരല്ലേ? സിനിമയുടെ പേരല്ല, എന്റെ വീടിന്റെ അടുത്തുള്ള തേവറുടെ പേര് പറഞ്ഞതാ. അമൃതം കമയ തേവർ. അമൃതം സംസ്കൃതം. അമൃതം സംസ്കൃതം അല്ല, അമൃതം കമയ തേവർ. அம்மா, நேத்து கோவில்ல பார்த்த அந்த மலையாளத்தை வந்துட்டு இருக்கான். அவனுக்கு திமிரு கொஞ்சம் ஜாஸ்தி. நீங்க பாருங்க இப்ப நான் என்ன செய்ய போறேன்னு. இனிமே அவன் எங்க வர போறான்? போயிட்டா. என்னடா இவ்வளவு திமிரா உனக்கு? என்ன സൈക്കിൾ ഇടാ അയോഗ്യ പയ്യനെ. എന്നെ ഇടിച്ചിട്ടതിന് സമാധാനം പറഞ്ഞിട്ട് ഞാൻ സൈക്കിൾ ഇവിടുന്ന് മാറ്റുന്നുള്ളൂ. ஏய், நீ யார்கிட்ட மோதிரம் தெரியுமா? தேவர் சகோதரன் கேட்ட இந்த ஊரே நடுங்கும். இது அவங்க ஒரே தங்கச்சி. ഏത് ഭൂലൻ ദേവി ആയിരുന്നാലും എന്റെ അടുത്ത് സമാധാനം പറഞ്ഞിട്ട് ഈ വണ്ടി ഇവിടുന്ന് മുന്നോട്ട് പോകും. ஏய் மலையாளி தானே, மரியாதையா சொல்ற சைக்கிள் எடுறா. ഓടി போடினா என்னடா சொன்னே? എടാന്ന് വിളിച്ചാ എടിയെന്ന് തിരിച്ചു വിളിക്കാനാ മലയാളികൾ പഠിച്ചിട്ടുള്ളത്. എടി എടി എടി. என்னடா பாக்குற? போய் அவனை அடிச்ச கை காலல ஓட. വാടാ ഇങ്ങോട്ട്. അടിക്കാൻ എന്റെ കൈയും കാലും അങ്ങോട്ട് നീട്ടി വെച്ചിരാം. എന്റെ ദേഹത്തോട്ട് അടിച്ചിന്റെ പല്ലറക്കും നിന്റെ എല്ലും. அம்மா, அது வந்து நான் அடிக்கிட்டு வா. நீ வா. இந்த பைத்தியக்காரங்கிட்ட பேசி பிரயோஜனம் இல்ல. அண்ணனுங்க கிட்ட சொல்லி இவன் பேசாத அளவுக்கு ஊமையாக்கணும். ഓ അവരടുത്ത് പോയി പറ എന്നെ ഊമയാക്കാൻ. തമിഴ് എനിക്കും അറിയാം, വട്ട് നിനക്ക് നിന്റെ അണ്ണന്മാർക്ക്. ആ തേവർമാരോട് പോയി പറഞ്ഞേക്ക് ഈ പെണ്ണിനെ മര്യാദയ്ക്ക് വളർത്താൻ. രാജഭരണമൊക്കെ പോയിട്ട് 4 കുറയായി. പുരിഞ്ചിതാ. வண்டி எடுறா. சரிம்மா. എടാ, ആ തേവന്മാരെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും നിനക്ക് എന്താ തലയ്ക്ക് വെളിവില്ലേ? എന്ന് ചോദിച്ചാ അപ്പോഴത്തെ ആവേശത്തിൽ ഞാനും മുടക്കിപ്പോയി. ഓ, ഇത്രയും ആവേശം കാണിച്ച സ്ഥിതിക്ക് പൊന്നുമോൻ ഒരു ചെറിയ ശവപ്പെട്ടിക്ക് ഓർഡർ കൊടുത്തോട്ടോ. അതെന്തിനാ ഒരു ചെറിയ ശവപ്പെട്ടി? നിന്നെ അവര് തട്ടണയും നിന്റെ ഫുൾ സൈസ് ശവം എന്തായാലും കിട്ടാൻ പോണില്ല. ചെറിയ പീസാക്കി അരിഞ്ഞ് അരിഞ്ഞ് ചില്ലി ചിക്കൻ പരിവാക്കും. അതുകൊണ്ടാ പറഞ്ഞ ചെറിയ പെട്ടി മതിന്ന്. ചെറിയ പെട്ടിയാവുമ്പോ അതിൽ കിടക്കണ കാണാൻ നല്ല ചന്തം ഉണ്ടാവും, കാണാൻ നല്ല സൗന്ദര്യം. അതിലൊന്നും എനിക്കൊരു പേടിയില്ല. എന്റെ വിഷമം അതല്ല. ഒരു സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥൻ തെരുവ് റൗഡിയെ പോലെ ആ സീത എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാണോ? എന്റെ മാറം തോണിച്ചു പുണ്യാളാ. ഓഹോ, അപ്പൊ കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് എത്തിയല്ലേ? നേടാ മോനെ, എടുക്കാൻ പറ്റാവുന്നേ പൊക്കാവൂ. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ എന്തിനുള്ള പുറപ്പെടാ? നിനക്ക് അവളോട് പ്രേമ സ്നേഹ പിന്നെ ഇഷ്ടം. ഈ കുഷ്ടം തന്നെ ലാസ്റ്റ് സ്നേഹം പ്രേമയ്ക്കായിട്ട് മാറണത്. അങ്ങനെ മാറുമ്പോഴല്ലേ അപ്പം നോക്കാം. അവിടെ നിക്കടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ആ പെണ്ണിന്റെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? എന്ന് ചോദിച്ചാൽ സീതയ്ക്ക് ഇഷ്ടമാണെങ്കിൽ സീതയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? മതി. എനിക്കത് മാത്രം കേട്ടാ മതി. ഇനി കൂടുതലൊന്നും പറയണ്ട. നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. ഇനി മേലാക്കന്നെ ഈ പരിസരത്ത് നീ കാണൂല. എനിക്ക് വല്ലവന്റെ ഇടിയിട്ട് കൊള്ളാനും വയ്യ. ഞാൻ പോയി എന്റെ പടി നോക്കി. നല്ല സ്ഥലത്ത് വന്നിട്ട് കളിക്കണം. കൊച്ചപ്പി, മനപ്പൂർവ്വം എന്നെ വീഴ്ത്താൻ വേണ്ടി വഴിയിൽ പാത്രം കൊണ്ട് വെച്ച. കൊച്ചപ്പി നിനക്ക് എന്ത് പറ്റി? ഇവിടുന്ന് പോകാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? എന്റെ ജീവനിൽ എനിക്ക് കൊതിയുണ്ട്. എന്റെ കൂട്ടുകാരന് കിട്ടുന്ന തല്ല് ഷെയറിടാനായിട്ടേ ഞാൻ അത്രയ്ക്ക് വിശാല മനസ്സിൽ കാണുന്നില്ല. ആരും ആരെയും തല്ലാനൊന്നും പോകുന്നില്ല. ഇതെന്താ വെള്ളരിക്കാൻ പറ്റണോ? വെള്ളരിക്കാനും പടവലങ്ങടി കാര്യം എനിക്ക് അറിയേണ്ട കാര്യമില്ല. നീ ആ തേവർ പെണ്ണുമായിട്ടുള്ള ചിറ്റിക്കളിതേ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ് മാത്രമേ ഞാൻ നിന്റെ കൂടെ നീ താമസിക്കുള്ളൂ. അങ്ങനെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. അല്പ സ്വാതന്ത്ര്യം തന്നെന്ന് എഴുതി ഭരിക്കാനൊന്നും വരണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എടാ പട്ടിയില്ലാത്ത നന്ദി. എന്തെങ്കിലും ആവശ്യം വരുമ്പോ മാത്രം ഞാൻ നിനക്ക് മതിയല്ലടാ. നിന്റെ കൂടെ ഇറങ്ങി തിരിച്ച് അന്ന് വേണ്ട തല്ല. സൗകര്യം ഉണ്ടെങ്കിൽ എന്നോട് കഴിഞ്ഞാ മതി. ശബ്ദിക്കരുത്. ആഹാ, മനസ്സിലായടാ. തൊലി വെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ നിനക്ക് എന്നെ വേണ്ടാണ്ടായല്ലേ? നമുക്ക് കാണടാ. കൊച്ചാപ്പിയുടെ അപ്പൻ. ഞാൻ വേറൊന്നും ഉദ്ദേശമല്ല. നിന്റെ ഉദ്ദേശം നീ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് എന്റെ ഉദ്ദേശം ഏകദേശം ശരിയാടാ. നിന്റെ അച്ഛനെ നീ ജീവിക്കാൻ ഞാൻ ഇനി ഇവിടെ ഉണ്ടാവില്ല. അതല്ല. പക്ഷെ ഞാനും ഈ നാട്ടിലൊക്കെ തന്നെ ഉണ്ടാവും.
ഇവിടെ ഒരു ജോലി തരപ്പെടുത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ തേവർമാരെ അടി കൊണ്ട് ചത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.